ഹലോ ഡിയേഴ്സ്, 9th സ്റ്റാൻഡേർഡിലെ സെക്കൻഡ് ചാപ്റ്റർ സ്റ്റൈൽസ് ടു ഗെറ്റ് ഇറ്റ് ഓൾ ഇൻ സ്റ്റൈൽ. ഇവിടെ ലിബ്രോഫീസ് റൈറ്റർ എന്ന സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു ഫയലിൻ്റെ ഫോർമാറ്റിംഗ് ആൻഡ് എഡിറ്റിംഗ് ആണ് നമ്മൾ ചെയ്യുന്നത്. റൈറ്റർ എന്ന് ടൈപ്പ് ചെയ്താൽ മതിയാവും, ലിബ്രോഫീസ് റൈറ്റർ. ഇതിൽ നമുക്ക് ഓൾറെഡി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള ഒരു ഫയൽ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിൻ്റെ സ്റ്റൈലുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ഫോർമാറ്റിംഗ് ആണ് നമുക്ക് ചെയ്യാനുള്ളത്. അതിനുവേണ്ടി നമുക്ക് ലിബ്രോഫീസ് റൈറ്റർ ഓപ്പൺ ചെയ്യാം. നമുക്ക് ഓൾറെഡി തന്നിട്ടുള്ള ഒരു ഫയലിനെ ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി ഫയൽ ഓപ്പൺ എന്നെടുത്ത് നമ്മുടെ ഹോമിലെ സ്കൂൾ റിസോഴ്സസിലെ ക്ലാസ് 9-ൽ നമുക്കൊരു sample.ott ഫയൽ നൽകിയിട്ടുണ്ട്. അത് നമുക്ക് ലിബ്രോഫീസ് റൈറ്ററിൽ ഓപ്പൺ ചെയ്യാം. ഇതാണ് നമ്മുടെ ഫയൽ. ഇതിൽ നമുക്ക് ചെയ്യേണ്ട കാര്യം ഫസ്റ്റ് സ്റ്റൈൽസ് ആണ് പറയുന്നത്. സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ഡോക്യുമെൻറ്റിൽ നമുക്ക് കംപ്ലീറ്റ് ഒരേ രൂപത്തിലുള്ള, അതായത് കംപ്ലീറ്റ് ഒരേ ഫോർമാറ്റിലുള്ള ടെക്സ്റ്റുകളാണ് കാണുന്നത്. ഇതിൽ ഹെഡിങ് ഏതാണ് എന്ന് വേർതിരിക്കാനും പാരഗ്രാഫിനെ വേർതിരിക്കാനും ഒക്കെ നമ്മൾ ചെയ്യുന്ന ആ ഒരു മെത്തേഡിനെയാണ് ഫോർമാറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിന് സ്റ്റൈൽസ് കൊടുക്കുക എന്ന് പറയും. അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാ ഹെഡിങ്സിനും ഹെഡിങ് 1 എന്ന സ്റ്റൈൽ നൽകുന്നതിന് വേണ്ടി ആദ്യം നമ്മൾ ഈ ഒരു വേർഡിനെ സെലക്ട് ചെയ്യുന്നു. ഹെഡിങ് ആയിട്ട് കൊടുക്കേണ്ട ഒരു വേർഡ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ ഈ ഒരു ഭാഗത്ത്, ഇതാണ് സ്റ്റൈലിൻ്റെ ഭാഗം, ഇവിടെ ഹെഡിങ് 1 എന്ന് സെലക്ട് ചെയ്യുന്നു. ഈ ഒരു ഹെഡിങ് 1 ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതുപോലെ ബാക്കി എല്ലാ ഹെഡിങ്സിനും ഹെഡിങ് 1 നൽകുന്നതിനുള്ള നമുക്ക് ഒരു ഈസി മെത്തേഡ് ഉണ്ട്. അതിന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഇവിടെ സ്റ്റൈലിൽ പോയി മോർ സ്റ്റൈൽസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ സ്റ്റൈൽസ് വിൻഡോ വരും. ഈ സ്റ്റൈൽസ് വിൻഡോയിൽ ഇവിടെ നമുക്ക് ഫിൽ ഫോർമാറ്റ് മോഡ് എന്ന് കാണാം. ഈ ഫിൽ ഫോർമാറ്റ് മോഡ് സെലക്ട് ചെയ്താൽ നമ്മുടെ കേഴ്സർ ഇങ്ങനെ മാറുന്നതായിട്ട് കാണാം. പിന്നീട് നമുക്ക് ആ ഒരു ടെക്സ്റ്റിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഹെഡിങ്സും ഹെഡിങ് 1 ആയി മാറിയത് കാണാൻ പറ്റും. ഓക്കെ, ഈ രൂപത്തിൽ നമുക്ക് ഹെഡിങ്സ് നൽകാവുന്നതാണ്. ഇതിൽ മെയിൻ ഹെഡിങ്സിന് ഹെഡിങ് 1 എന്നും, ഇനി ഇവിടെ തന്നെ ഡീസെലക്ട് ചെയ്താൽ മാത്രമാണ് അത് നമുക്ക് ഡിസേബിൾ ആവുകയുള്ളൂ, ഹെഡിങ് 1 എന്നും, ഇതിലുള്ള സബ് ഹെഡിങ്സിനെ നമുക്ക് ഹെഡിങ് 2 എന്നും കൊടുക്കാം. ഇത് സെലക്ട് ചെയ്ത് നമുക്ക് ഹെഡിങ് 2 എന്ന് കൊടുക്കാം. ഈ ഹെഡിങ് 2 കൊടുത്ത് അഗെയിൻ ഫിൽ ഫോർമാറ്റ് മെത്തേഡിലൂടെ ബാക്കി എല്ലാ സബ് ഹെഡിങ്സും നമുക്ക് ഹെഡിങ് 2 എന്നാക്കി കൊടുക്കാം. ഓക്കെ, ഈ രൂപത്തിൽ കംപ്ലീറ്റ് നമ്മുടെ ആ ടെക്സ്റ്റിന് നമുക്ക് കൊടുക്കാം. ഓക്കെ ഓക്കെ, ഇതാണ് ഒരു സ്റ്റൈൽ നൽകുന്ന മെത്തേഡ്. ഇനി നമുക്ക് ഇതിൽ ഓൾറെഡി കൊടുത്തിട്ടുള്ള സ്റ്റൈൽസിൽ നമുക്ക് വേണമെങ്കിൽ മോഡിഫൈ ചെയ്യാം. ഇവിടെ ഹെഡിങ് 1 എന്ന സ്റ്റൈൽ വരുമ്പോൾ അതിൻ്റെ അനുസരിച്ചുള്ള ഒരു സ്റ്റൈൽ, അതിൻ്റെ ഒരു സ്റ്റൈൽ ഫോണ്ട് നെയിം ഉണ്ടായിരിക്കും, അതിനനുസരിച്ചുള്ള ഒരു ഫോണ്ട് സൈസ് ഉണ്ടായിരിക്കും, ഒക്കെ ഓൾറെഡി സെറ്റ് ചെയ്തതാണ്. ഇനി ഇതിൽ നമുക്ക് ചേഞ്ചസ് വരുത്തണമെങ്കിൽ, അതായത് നമ്മുടെ ടെക്സ്റ്റിൽ ടു ചേഞ്ച് ദ സ്റ്റൈൽ അല്ലെങ്കിൽ ടു മോഡിഫൈ ദ സ്റ്റൈൽ എന്ന ഭാഗമുണ്ട്. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത് ഈ സ്റ്റൈൽ വിൻഡോ ഓപ്പൺ ചെയ്യുക. ഇവിടെ മോർ സ്റ്റൈൽസ് ക്ലിക്ക് ചെയ്ത് സ്റ്റൈൽ വിൻഡോ ഓപ്പൺ ചെയ്യുക. ഹെഡിങ് 1 എന്ന സ്റ്റൈലിലാണ് മോഡിഫൈ ചെയ്യേണ്ടത് എങ്കിൽ അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് മോഡിഫൈ എന്ന് കൊടുക്കുക. മോഡിഫൈ കൊടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും. ഈ വിൻഡോയിൽ നമുക്ക് ഫോണ്ട് എഫക്ട്സ് എന്നതിൽ ഓൾമോസ്റ്റ് എല്ലാ ഓപ്ഷൻസും കാണാം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഡോക്യുമെൻ്റ് ഇംഗ്ലീഷിലുള്ളതാണെങ്കിൽ വെസ്റ്റേൺ ടെക്സ്റ്റ് ഫോണ്ട് എന്ന ഭാഗത്താണ് മാറ്റം വരുത്തേണ്ടത്. നമ്മുടെ ഡോക്യുമെൻ്റ് മലയാളത്തിലുള്ളതാണെങ്കിൽ CTL ഫോണ്ട് എന്ന ഭാഗത്ത് മാറ്റം വരുത്തണം. നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഇവിടെ നിന്നും ഒരു ഫോണ്ട് സെലക്ട് ചെയ്യണം. തുമ്പ എന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ സൈസ് 14 ആക്കാൻ പറഞ്ഞിട്ടുണ്ട്. ദെൻ ഫോണ്ട് എഫക്ട്സിൽ
ഫോണ്ട് എഫക്ട്സിലാണ് നമുക്ക് ഫോണ്ട് കളർ റെഡ് അവൈലബിൾ ആയിട്ടുള്ളത്. അത് റെഡ് എന്ന് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ദെൻ അലൈൻമെൻറ്റ് സെൻറ്ററും പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇതിൽ പേര് ചേഞ്ച് ചെയ്യാൻ കഴിയില്ല, കാരണം നമ്മൾ ഹെഡിങ് 1 മോഡിഫൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ജസ്റ്റ് അപ്ലൈ ഓക്കെ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ഹെഡിങ് 1 മോഡിഫൈ ചെയ്തതായിട്ട് കാണാൻ പറ്റും. കണ്ടോ? ഇല്ലാതെ അലൈൻമെൻറ്റൊക്കെ മാറി കളറൊക്കെ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഇത്രയും ഇത് ചെയ്തു കഴിഞ്ഞാൽ ഇനി നമുക്ക് മറ്റൊന്നുള്ളത്, നമുക്കിഷ്ടമുള്ള പേര് പുതിയ ഒരു സ്റ്റൈല് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓൾറെഡി സ്റ്റൈൽ ഉണ്ടാവും, അത് മാറ്റി അല്ലെങ്കിൽ അതിൽ നമുക്ക് പുതിയ ഒരു സ്റ്റൈലിനെ ഉണ്ടാക്കി എടുക്കണം. അതിനു വേണ്ടി ഇതേപോലെ തന്നെ നമ്മുടെ സ്റ്റൈൽ വിൻഡോ ഓപ്പൺ ചെയ്യുക. അതിൽ നമുക്ക് ഏത് സ്റ്റൈലിലാണോ ഇവിടെ നമ്മൾ ചെയ്യുന്നത്, ഹെഡിങ് സ്റ്റൈലിൽ നമ്മൾ പുതിയൊരു സ്റ്റൈല് ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ഹെഡിങ് എന്നുള്ള ഈ ഒരു മെയിൻ ഭാഗത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് ന്യൂ എന്ന് കൊടുക്കുക. പുതിയ സ്റ്റൈല് ക്രിയേറ്റ് ചെയ്യാനായതുകൊണ്ട് ന്യൂ എന്ന് കൊടുക്കുക. ആ സെയിം ഒരു ജാലകം നമുക്ക് വരും. ഈ ഒരു വിൻഡോയിൽ നമുക്ക് പ്രത്യേകം കൊടുക്കേണ്ടതുണ്ട്. പുതിയ സ്റ്റൈല് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റൈലിന് നെയിം കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഓർഗനൈസർ എന്ന ഭാഗത്താണ് സ്റ്റൈലിന് നെയിം കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഈ സ്റ്റൈലിന് ഒരു പേര് കൊടുക്കാം. മൈ സ്റ്റൈൽ എന്ന പേര് നൽകാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മൈ സ്റ്റൈൽ എന്ന ഒരു പേര് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫോണ്ടിൽ നമുക്ക് ആവശ്യമുള്ള ചേഞ്ചസ് വരുത്തേണ്ടത് ഇവിടെയാണ്. CTL ഫോണ്ടിലാണ് നമ്മൾ മാറ്റം വരുത്തേണ്ടത്. ഏതെങ്കിലും ഒരു ഫോണ്ട് സ്റ്റൈല് മാറ്റി കൊടുക്കാം. ഒരു ഫോണ്ട് സ്റ്റൈല് കൊടുക്കാം. വേണമെങ്കിൽ ഫോണ്ട് സൈസ് നമുക്കൊന്ന് കൂട്ടിക്കൊടുക്കാം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാം. ഫോണ്ട് എഫക്ട്സിൽ പോയിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഒരു കളറ് ചൂസ് ചെയ്യാം. ആൻഡ് ബാക്കിയെല്ലാം ദെൻ അലൈൻമെൻറ്റ് നമുക്ക് ലെഫ്റ്റ് മതി. ഈ രൂപത്തിൽ നമുക്ക് പുതിയൊരു സ്റ്റൈല് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഓക്കെ ക്ലിക്ക് ചെയ്താൽ ഈ ഹെഡിങ് എന്ന ഭാഗത്ത് ഇത് ചില സമയത്ത് ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ഈ ആരോ മാർക്കിൽ ഒന്ന് പ്രസ് ചെയ്താൽ മതിയാവും. ഇവിടെ മൈ സ്റ്റൈൽ എന്ന ഒരു സ്റ്റൈല് പുതിയതായിട്ട് വന്നത് കാണാം. അത് നമുക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ ഏത് സ്റ്റൈലിന് വേണോ അതിനെ സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമ്മുടെ മൈ സ്റ്റൈൽ എന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. ഒരു പ്രാവശ്യം ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ സ്റ്റൈൽ പിന്നീട് നമുക്ക് ഇവിടെ അവൈലബിൾ ആവും. അത് വെച്ചിട്ട് നമുക്ക് ബാക്കി സ്റ്റൈൽസിനെല്ലാം കൊടുക്കാവുന്നതാണ്. ഈ രൂപത്തിൽ നമുക്ക് പുതിയ സ്റ്റൈല് ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി നമ്മുടെ ടെക്സ്റ്റിൽ നമുക്ക് കൊടുക്കാവുന്ന ഒന്നാണ് ഫുട് നോട്ട് അല്ലെങ്കിൽ എൻഡ് നോട്ട് എന്നുള്ള ഒരു സംഭവം. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു വേർഡിൽ നമ്മുടെ മൗസ് കേഴ്സർ എത്തിക്കുന്ന സമയത്ത് അതിനുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അവിടെ ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. അതിനെയാണ് ഫുട് നോട്ട് അല്ലെങ്കിൽ എൻഡ് നോട്ട് എന്ന് പറയുക. അത് ഇൻക്ലൂഡ് ചെയ്യിക്കുന്നതിന് വേണ്ടി നമുക്ക് ഏത് വേർഡിൽ പ്രസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏത് വേർഡിൻ്റെ മുകളിൽ കാണിക്കുമ്പോഴാണോ ഒരു ഫുട് നോട്ട് വരേണ്ടത്, ആ ഭാഗം നമ്മൾ ഒന്ന് ആ വേർഡിൻ്റെ ആ ഭാഗത്ത് നമുക്ക് ഒന്ന് ക്ലിക്ക് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, നമ്മളിവിടെ ഒരു ജസ്റ്റ് നമ്മളൊന്ന് കൊടുക്കുകയാണ്. ഏതെങ്കിലും ഒരു വേർഡിൻ്റെ ഭാഗത്ത് നമ്മളൊന്ന് ലാസ്റ്റിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇൻസേർട്ട് ഫുട് നോട്ട് ആൻഡ് എൻഡ് നോട്ട് എന്നതിൽ ഫുട് നോട്ട് സെലക്ട് ചെയ്യുക. അപ്പം നമുക്ക് നമ്മുടെ ആ പേജിൻ്റെ ഏറ്റവും താഴെയായിട്ട് ഏത് പേജിലാണോ നമ്മൾ ഇത് കൊടുത്തത് അതിൻ്റെ തൊട്ട് താഴെയായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഏരിയ കാണാം. ഓക്കെ, ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്തൊക്കെയാണോ പാരഗ്രാഫ് വേണ്ടത് അത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മോട് തൽക്കാലം കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി നമുക്കൊരു ഫയൽ ഓപ്പൺ ചെയ്യാം. ഹോമിൽ നമ്മുടെ സ്കൂൾ റിസോഴ്സസിൽ സ്റ്റാൻഡേർഡ് 9 ഒരു ഫുട് നോട്ട് .txt എന്ന ഫയൽ കാണാം. അത് ഓപ്പൺ ചെയ്ത് അതിൽ നമുക്ക് ഏതിനാണോ നമ്മൾ ഫുട് നോട്ട് കൊടുത്തത് ആ ഒരു ഭാഗം
നമുക്ക് ജസ്റ്റ് സെലക്ട് ചെയ്ത് ഒന്ന് കോപ്പി ചെയ്യാം. അത് കോപ്പി ചെയ്ത് നമുക്കവിടെ കൊടുക്കാനുള്ള കണ്ടൻറ്റാണ്. കോപ്പി ചെയ്ത് നമുക്കിവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ഇതവിടെ കാണാം. ഇനി നമ്മൾ കേഴ്സർ ഇവിടെ വെക്കുന്ന സമയത്ത് അത് ഫൂട്ട് നോട്ടായിട്ട് വന്നത് കാണാം. ക്ലിയർ? ഇതിനെയാണ് ഫൂട്ട് നോട്ട് എന്ന് പറയുന്നത്. ഇങ്ങനെ നമുക്ക് എവിടെയാണോ ഫൂട്ട് നോട്ട് കൊടുക്കേണ്ടത് അവിടേക്ക് നമുക്ക് ഫൂട്ട് നോട്ട് ആഡ് ചെയ്യാവുന്നതാണ്. ആ സമയത്ത് ഫൂട്ട് നോട്ട് കൊടുത്തത് ഇങ്ങനെ കാണിക്കും. അവിടെ കേഴ്സർ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്ത് വെച്ചാൽ തന്നെ നമുക്ക് അവിടെ ഫൂട്ട് നോട്ട് ഡിസ്പ്ലേ ആയി വരുന്നത് കാണാം. ഇനി ഇതിലുള്ള മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ടേബിൾ ഓഫ് കണ്ടൻസ് എന്നുള്ളത്. ഈ ടേബിൾ ഓഫ് കണ്ടൻസ് അല്ലെങ്കിൽ ഇൻഡെക്സ് ടേബിൾ എന്ന് പറയും, രണ്ടും സെയിം ആണ്. അത് കൊടുക്കുന്നതിന് വേണ്ടി എപ്പോഴും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ആണെങ്കിൽ നമ്മുടെ ഫസ്റ്റ് പേജിലാണ് ഇൻഡെക്സ് ടേബിൾ ഉണ്ടാവുക. അതുപോലെ തന്നെ നമുക്ക് ഫസ്റ്റ് പേജിൽ അല്ലെങ്കിൽ ഏറ്റവും ഫസ്റ്റ് പേജിൻ്റെ ഏറ്റവും മുകളിലായിട്ട് കേഴ്സർ കൊണ്ടുപോയി വെക്കുക. ഇവിടെ ജസ്റ്റ് പ്ലസ് ചെയ്ത് ഒന്ന് എൻ്റർ അടിച്ചാൽ മതി, കേഴ്സറിന് മുകളിലേക്ക് നീക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഇൻസേർട്ട് ടേബിൾ ഓഫ് കണ്ടൻസ് ആൻഡ് ഇൻഡെക്സ്, ടേബിൾ ഓഫ് കണ്ടൻസ് ഇൻഡെക്സ് ഓർ ബിബ്ലിയോഗ്രഫി. ഇതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും നമ്മൾ മെയിൻ ഹെഡിങ്സിന് ഹെഡ് 1, സബ് ഹെഡിങ്സിന് ഹെഡിങ് 2 അങ്ങനെ സ്റ്റൈൽസ് കൊടുത്തതിന് ശേഷമേ നമ്മൾ ഇൻഡെക്സ് ടേബിൾ കൊടുക്കാവൂ എന്നുള്ളതാണ്. അത് കൊടുത്തിട്ട് കൊടുത്താൽ മാത്രമേ അത് വർക്ക് ചെയ്യുകയുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് ഇൻഡെക്സ് ടേബിൾ അവൈലബിൾ ആവില്ല. കണ്ടോ? ഇപ്പോൾ ഇവിടെ ടേബിൾ ഓഫ് കണ്ടൻസ് എന്ന് വന്നു അല്ലേ. ഇതിനെ നമുക്ക് വേണമെങ്കിൽ സെക്കൻഡ് പേജിലേക്ക് ഇടാം. ഓക്കെ, ഇവിടെ ഇതാണ് ഇൻഡെക്സ് ടേബിൾ. ഈ ഇൻഡെക്സ് ടേബിളിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ പേജ് നമ്പറും അതിൻ്റെ ഹെഡിങ്സും കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ കൺട്രോൾ കീ പ്രസ് ചെയ്തുകൊണ്ട് ആ ഒരു ഹെഡിങ്ങിൽ നമ്മൾ ക്ലിക്ക് ചെയ്താൽ ആ ഭാഗത്തേക്ക് ഇത് പോകും. ഓക്കെ, നമ്മുടെ കറക്റ്റ് ആ പേജിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ വേണ്ടി പറ്റും. അതിനാണ് നമ്മൾ ഇൻഡെക്സ് ടേബിൾ യൂസ് ചെയ്യുന്നത്. ഇതൊരു അരിവാൾ എന്നുള്ളത് ലാസ്റ്റിലാണ്. കൺട്രോൾ കീ പ്രസ് ചെയ്തുകൊണ്ട് അരിവാളിൽ ക്ലിക്ക് ചെയ്താൽ ആ ഒരു അരിവാളിൻ്റെ പോർഷനിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി പറ്റും. ഇതാണ് ഇൻഡെക്സ് ടേബിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത്രയുമാണ് നമുക്ക് ഈ ഒരു സ്റ്റൈൽ എഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇവിടെ പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു.